ബസ്സിന്റെ മുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഫ്രണ്ടിൽ ഒരു പോലീസിന്റെ ചെക്ക് പോസ്റ്റ് കാണുന്നത്. ഈ ചെക്ക് പോസ്റ്റ് കാണുമ്പോഴത്തേക്കും ഞാനൊന്ന് പേടിച്ച്. കാരണം നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ പോലീസുകാരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ബസ്സിന്റെ മുകളിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്കും അത് പ്രശ്നമാവും എന്നുള്ളൊരു പേടി. അങ്ങനെ പേടിച്ച് ഇങ്ങനെ മുകളിലിരിക്കുമ്പോഴത്തേക്കും ബസ് കൊണ്ടുപോയിട്ട് ചെക്ക് പോസ്റ്റ് നിർത്തി. ടെന്റ് അടിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലം, തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടിക്കാരനോട് പറഞ്ഞപ്പോൾ ഈ സ്ഥലം കടന്നുപോയി. ഞാൻ വണ്ടിക്കാരനോട് പറഞ്ഞ് ഇവിടെ നിർത്താവോ? അപ്പോൾ അവർ ചോദിച്ചു ഇവിടെ എന്തിനാ ഇറങ്ങണത്? അവരെന്നെ സംശയത്തോട് നോക്കണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ശബ്ദം കേട്ടിട്ട് ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. അപ്പോൾ ടെന്റിന്റെ ചുറ്റും ഒരു കാൽപ്പര്യമാറ്റം കേൾക്കാം. 2-3 ആളുകൾ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും പേടിച്ചു പോയി. കാരണം ഈ കാർഗിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് കാർഗിൽ യുദ്ധത്തെ പറ്റിയിട്ടാണ്. നമസ്കാരം, എൻ്റെ പേര് ജാബിർ. എറണാകുളത്ത് കളമശ്ശേരിയാണ് സ്വദേശം. ബാംഗ്ലൂരിൽ സിനിമാറ്റിക് ആനിമേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ലഡാക്കിലെ കാർഗിലിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടൊരു ഉൾഗ്രാമത്തിലോട്ട് നടത്തിയൊരു യാത്രയും പിന്നീട് പല സീസണുകളിലായിട്ട് അങ്ങോട്ടേക്ക് പോയതും പിന്നെ അവിടെയുള്ള ആളുകളും നല്ല കുറേ മനുഷ്യന്മാരും അവരുടെ ജീവിതങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചെറുപ്പം മുതൽ യാത്രകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ ചെറിയ കാലം തൊട്ടേ ഇപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്ന സമയത്ത് അന്ന് ഒബ്രോൺ മാളിൽ പോകുന്നതായിരുന്നു അന്നത്തെ വലിയ യാത്രകൾ. പിന്നീട് സ്കൂൾ കാലഘട്ടങ്ങളിൽ ആലുവയിൽ നിന്ന് മൂന്നാർ പോകുന്നതായി. പിന്നെ നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് യാത്രകളുടെ ദൈർഘ്യം കൂടി വന്നു. അങ്ങനെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി യാത്രയ്ക്ക് വേണ്ടി കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളും എൻ്റെ ആദ്യത്തെ രാജ്യമായിട്ടുള്ള നേപ്പാളും കവർ ചെയ്തു. അപ്പോൾ തുടക്കകാലങ്ങളിൽ ബാക്ക് പാക്ക് ചെയ്തിട്ടും വളരെ ചിലവ് കുറച്ചിട്ടൊക്കെയായിരുന്നു ഞാൻ യാത്രകൾ ചെയ്തിരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കന്ന് പൈസ വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് പറ്റാവുന്ന തരത്തിലൊക്കെ യാത്രകൾ ചെയ്തു. അപ്പോൾ അത്തരത്തിൽ പോയ ഒരു യാത്രയുടെ അവസാനത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഭാനിഗർ എന്നുള്ള ഒരു ഗ്രാമത്തിലോട്ട് എത്തിപ്പെടുന്നത്. 2018 ജൂലൈ 21 മനോഹരമായിട്ടുള്ള പ്രഭാതത്തിൽ ലഡാക്കിലെ ലേയിൽ നിന്ന് കാർഗിലേക്ക് പോകുന്ന ഒരു ഷെയർ ടാക്സിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഭയങ്കര ടയേർഡാണ്. ഒരു യാത്രയുടെ അവസാനമാണ്. അതായത് മണാലിയിൽ നിന്ന് ഒരു ലോക്കൽ ബസ്സിൽ ലേയിൽ വന്നു. ലേയിൽ നിന്ന് ഒരു വണ്ടി റെന്റിന് എടുത്തിട്ട് ആ പരിസരങ്ങളൊക്കെ കറങ്ങി കണ്ട് സോമോരിയൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് വരികയാണ്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലൊരു 3 ദിവസമുണ്ട്. നേരെ ശ്രീനഗർ പോവുക, കാശ്മീരിൽ എവിടെയെങ്കിലും കിടക്കുക, അല്ലാതെ പ്രത്യേകിച്ച് ഫിക്സഡ് ആയിട്ട് യാതൊരു പ്ലാനും ഇല്ലാതെ ഞാനിങ്ങനെ പോവാം. അങ്ങനെ ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് കാർഗിൽ എത്തിച്ചേർന്നു. കാർഗിലിൽ നിന്ന് ശ്രീനഗറിലോട്ട് പോകാനായിട്ടുള്ള വണ്ടി നോക്കുമ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് 7:30 ഒരു ബസ്സാണുള്ളത്. പിന്നെ ഷെയർ ടാക്സികളുണ്ട്, പക്ഷേ ആൾ കുറവായതുകൊണ്ട് തന്നെ അവർ ഡബിൾ ചാർജ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് അങ്ങനെ പോകണമെന്നില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരത്തെ ബസ്സിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു 7:30 വരെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാർഗിൽ ബസ് സ്റ്റാൻഡിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ബസ്സുകളൊന്നും കാണുന്നില്ല. ഒരു പഴയ സ്വരാജ് മസ്ദയുടെ ഒരു ചെറിയ മിനി ബസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ഥലമൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചു ഈ വണ്ടി എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ സലിസ്കോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു വണ്ടിയാണത്. അപ്പോൾ ഞാൻ ചോദിച്ചു സലിസ്കോട്ട് എത്ര സമയം എടുക്കും? ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ എന്നാൽ പോയിട്ട് വരാം. അപ്പോൾ എനിക്ക് സമയം കറക്റ്റാണ്, ഉച്ചയായിട്ടുള്ളൂ. നേരെ പോയിട്ട് അവിടെ പോയുള്ള ഫുഡും കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും 7:30 ആവും. എനിക്ക് നേരെ ശ്രീനഗർ പോവാം. അപ്പോൾ ആ ഒരു പ്ലാനിൽ ഞാൻ ഈ ബസ്സിൽ കയറാണ്. അങ്ങനെ ഞാൻ ആ വണ്ടിയിൽ കയറി. അപ്പോൾ അത്യാവശ്യം എൻ്റെ ബാഗ്, ലഗേജും ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ വണ്ടിയുടെ മുകളിൽ ബാഗൊക്കെ കയറ്റി വെച്ചിട്ട് വണ്ടി കയറിയിരുന്നു. കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കയറി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടി എടുത്തു. ഈ കാർഗിൽ വിട്ട് വണ്ടി പോകുന്തോറും ഈ റൂട്ട് എനിക്ക് ഈ റൂട്ടിൽ എന്താ ഉള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ പതുക്കെ കെട്ടിടങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഞാൻ ഈ റൂട്ടിൽ പോയപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അതായത് ലേ മുതൽ കാർഗിൽ വരെയുള്ള റൂട്ട് ഭൂരിഭാഗവും ഒരു വരണ്ട പ്രദേശങ്ങളാണ്, പച്ചപ്പ് കുറവാണ്. പക്ഷേ ഞാനീ പോകുന്ന റൂട്ടിൽ ഓരോ വളവുകൾ കഴിയും തോറും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. ഇടതുവശത്തൊരു റിവർ കാണാം. അപ്പോൾ ചെല്ലും തോറും നല്ല നല്ല കാഴ്ചകൾ. അപ്പോൾ ഈ റൂട്ടിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടിയിലുള്ള ആൾക്കാരെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഗ്രാമത്തിലോട്ട് പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കാർഗിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. 1-2 പിള്ളേരുണ്ട്. പിന്നെ ബാക്ക് സീറ്റിലായിട്ട് നമ്മുടെ നാട്ടിലെ ഒരാളെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മലയാളിയാന്ന് തോന്നിയപ്പോൾ ഞാൻ പതുക്കെ ആളുടെ അടുത്ത് നിന്ന് സംസാരിച്ചു. സന്തോഷമായി. മലയാളി അല്ലെങ്കിലും ഒരു തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു ആർമി ഓഫീസറായിരുന്നു ആള്. കുമ്പതാങ് ആർമി സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യണത്. ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പം ഞാൻ ആളുടെ അടുത്ത് ഈ സ്ഥലത്തിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുറു വാലിയിലോട്ടുള്ള ഒരു റൂട്ടാണ്. ഇടതുവശത്ത് കാണുന്നത് സുറു റിവറാണ്. അപ്പോൾ ഈ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയകാല സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരിടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഗ്രാമങ്ങളും ഒരുപാട് സെറ്റിൽമെൻറ്റ്സൊക്കെ ഈ റൂട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു സാറ് പ്രത്യേകിച്ച് ഈ സ്ഥലത്തിനെ പറ്റിയിട്ടൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു ആഗ്രഹം ഇവിടെ ഒരു ദിവസം നിന്നാലോ എന്നുള്ളത്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്.
അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇനി ഓടിച്ചെന്ന് ശ്രീനഗറിൽ ചെന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, റെസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. എനിക്ക് ക്ഷീണമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ക്ഷീണം മറക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ നിൽക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയിട്ട് ഞാൻ ആ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഭാഗത്ത് എവിടെയെങ്കിലും സ്റ്റേ കിട്ടാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ടെൻ്റ് ഉണ്ട്, ടെൻ്റ് അടിച്ച് ഞാൻ കിടക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആൾ പറഞ്ഞ് സലിസ്കോട്ട് നിൽക്കണ്ട, കാരണം അവിടെ ആൾ കുറവാണ്, പിന്നെ ടെൻ്റ് അടിച്ച് നിൽക്കാനാണെങ്കിലും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാമങ്ങളുണ്ട്, അപ്പോൾ ഏതെങ്കിലും വീടുകളോടൊക്കെ ചേർന്നിട്ട് ടെൻ്റ് അടിച്ചാൽ മതി, അല്ലാതെ ആൾക്കാരുടെ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. പിന്നെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചില്ലെങ്കിൽ ആർമി ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ടെൻ്റ് അടിച്ചോ, ഇനി സ്റ്റേ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് വിളിച്ചാൽ മതി, ക്യാമ്പിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഞാൻ കുമ്പതാങ്ങിൽ നിന്ന് സാറിൻ്റെ അടുത്ത് ബൈ പറഞ്ഞൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടുന്ന് ആളായിട്ട് പിരിഞ്ഞു. പിന്നെ മുന്നോട്ടേക്ക് ബസ് കുറച്ചുകൂടി ഓടിയിട്ട് സലിസ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗ്രാമത്തിൽ ബസ് ഇറങ്ങി. അപ്പോൾ ഈ സലിസ്കോട്ടിൽ വളരെ കുറച്ച് വീടുകളും ഒക്കെ ഉള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞ് ശരിയാണ്, കാരണം ഒരു ചെരിഞ്ഞൊരു പ്രദേശമാണ്, അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, ടെൻ്റ് അടിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 1-2 കിലോമീറ്റർ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വണ്ടികളൊന്നും വരുന്നത് കാണില്ല. ഒരു ലോറി പോയി, അതിൽ ഫ്രണ്ടിൽ ഫുൾ ആളുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ നിർത്തിയില്ല, ലോഡായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു ഒമിനി വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒമിനിക്ക് കൈ കാണിച്ച്, അപ്പോൾ അവരൊന്ന് നിർത്തി. അപ്പോൾ അവരെങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചപ്പോൾ എനിക്ക് സ്ഥലമൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞ് അങ്ങോട്ടാണ്, ഞാൻ എത്തുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞ് മുറി ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ട് ഞാനങ്ങനെ അവരുടെ വണ്ടി കയറിയിരുന്നു. അങ്ങനെ ഈ വണ്ടിയിൽ പോകുമ്പോഴും നമ്മൾ മുന്നോട്ട് പോകും തോറും കാഴ്ചകൾ കൂടുതൽ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ റൂട്ട് മുന്നോട്ട് പോയി ചെറിയൊരു ടൗൺ ആയിട്ടുള്ള സംഘമൊക്കെ കടന്നിട്ട് സംഗ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഒരു വളവും ചെറിയൊരു റിവറും ഒരു പാലവും ഒക്കെ എത്തിയൊരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഞാൻ നല്ലൊരു പുൽത്തകിടി കണ്ട്, ഒരു മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം, ടെൻ്റ് അടിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലം, തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടിക്കാരനോട് പറഞ്ഞപ്പോൾ ഈ സ്ഥലം കടന്നുപോയി. അപ്പോൾ ഞാൻ വണ്ടിക്കാരനോട് പറഞ്ഞ് ഇവിടെ നിർത്താവോ. അപ്പോൾ അവർ ചോദിച്ചു ഇവിടെ എന്തിനാണ് ഇറങ്ങണത്. ഞാൻ പറഞ്ഞ് എനിക്കിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്കറിയാവുന്ന ഒരാളുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ സംശയത്തോട് നോക്കണ്ടായിരുന്നു. ഞാൻ എന്തായാലും അവരോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് ചെന്നപ്പോൾ നല്ല അടിപൊളി ഒരു പുൽത്തകിടി, ഞാൻ എന്തുകൊണ്ടും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുപോലത്തെ ഒരു സ്ഥലം. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ബാഗൊക്കെ ഇറക്കിച്ച്. അപ്പോൾ സമയം ഏകദേശം 4:30-5 മണിയൊക്കെ ആയി, ഇരുട്ടാവാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് ബാഗ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ പരിസരം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, റിവറിനോടൊപ്പം വലിയൊരു വീട്, ബാക്കിയുള്ള എല്ലാം ചെറിയ വീടുകളാണ്. തണുപ്പ് കൂടി വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ കിടക്കുന്ന സ്ഥലത്തിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് നടന്നിട്ട് വീണ്ടും ടെൻറ്റിലോട്ട് തിരിച്ചു വന്നു. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗിൽ എപ്പോഴും മാഗി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചേക്കും. അങ്ങനെ തൊട്ടടുത്തുനിന്ന് 2 വിറകൊക്കെ എടുത്തിട്ട് കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു, അതിൽ റിവറിൽ നിന്ന് വെള്ളം എടുത്ത് ചൂടാക്കിയിട്ട് ഒരു മാഗി എടുത്ത് കഴിച്ചിട്ട് തലേന്നത്തെ ബൈക്ക് റൈഡിൻ്റെ ക്ഷീണം കാരണം വേഗം ടെൻറ്റിലോട്ട് കയറി. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടായപ്പോഴത്തേക്കും ഞാൻ ടെൻറ്റിൽ കയറി ഫോണൊക്കെ നോക്കി കിടന്നതേ ഓർമ്മയുള്ളൂ, അറിയാതെ ഉറങ്ങിപ്പോയി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ശബ്ദം കേട്ടിട്ട് ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. അപ്പോൾ ടെൻറ്റിൻ്റെ ചുറ്റും ഒരു കാൽപ്പര്യമാറ്റം കേൾക്കാം, 2-3 ആളുകൾ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും പേടിച്ചു പോയി, കാരണം കാർഗിൽ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, സ്ഥലത്തിനെ പറ്റിയിട്ട്. ഇനി ആരാണ്, ആർമിയാണോ അല്ലെങ്കിൽ വല്ല ആൾക്കാരാണോ? കാരണം ഈ കാർഗിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് കാർഗിൽ യുദ്ധത്തെ പറ്റിയിട്ടാണ്. അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇതായിരുന്നു എനിക്ക് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആൾക്കാർ എൻ്റെ ടെൻറ്റിൻ്റെ അടുത്തോട്ടാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ ടോർച്ചൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എണീറ്റിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ടെൻറ്റിലൊന്ന് മുട്ടുകയാണ്. അപ്പോൾ ഞാൻ ഉറപ്പിച്ച് എന്നെ അന്വേഷിച്ച് തന്നെയാണ്. അപ്പോൾ പേടിച്ച് എന്തായാലും തുറക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പതുക്കെ ടെൻറ്റിൻ്റെ ഡോർ തുറന്നു. അപ്പോൾ ഒരു സുമുഖനായിട്ടുള്ള ഒരു താടിക്കാരൻ ടെൻറ്റിൻ്റെ ഉള്ളിലോട്ട് തലയിട്ടിട്ട് ചോദിച്ചു, എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു യാത്രികനാണ്, ഇവിടെ കിടക്കുകയാണ്, രാവിലെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ മറുപടി എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. കാരണം ആൾ പറഞ്ഞു, ഇവിടെ രാത്രി നല്ല തണുപ്പായിരിക്കും, നീ ഇവിടെ കിടക്കണ്ട, എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നീ അവിടെ ഒന്ന് കിടക്ക്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഇതെല്ലാം ആളുടെ അടുത്ത് നിന്നുണ്ടായിരുന്നു. നല്ല സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയാം. അപ്പം ഞാൻ പറഞ്ഞ്, എന്നാലും എനിക്ക് ഇതെന്താണ് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ, പിന്നെ ഞാൻ ഭയങ്കര ടയേർഡുമാണ്, എനിക്കിങ്ങനെ ഉറങ്ങിയാൽ മതി, ഉറക്കത്തിൽ എണീച്ചതാണ്.
ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനിവിടെ കിടന്നോളാം, ഓൾറെഡി ഞാനൊരു ഡ്രസ്സൊക്കെ മാറി ഒരു മുണ്ടൊക്കെ എടുത്തിട്ടാണ് ടെൻറ്റിൽ കിടക്കണം. അപ്പോൾ ആൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല. ആൾ പറഞ്ഞ് ഇവിടെ കിടക്കണ്ട, വായോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരാൾ കിടത്തി കഴിഞ്ഞാൽ നമുക്കൊരു മോശമാണെന്നുള്ള രീതിയിലാണ് ആൾ സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ട് ആൾ സമ്മതിക്കണില്ല. അവസാനം പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നീ തിരിച്ചുകൂടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്തിരി ഒരു ഇതായി, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല ടയേർഡാണ്, ആകെ മാഗി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ അവസാനം പറഞ്ഞു ഞാൻ നോക്കി, ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ അതേ ഡ്രസ്സിൽ ഒരു മുണ്ടും പിന്നെ ജാക്കറ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ടെൻറ്റിൽ നിന്ന് ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രം കയ്യിലെടുത്ത്, പൈസയും പേഴ്സൊക്കെ കയ്യിലാണ്, പുറത്തേക്ക് ഇറങ്ങി. ഈ ആളുടെ കൂടെ ഇവർ 3 പേരുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഈ റിവറിൻ്റെ അപ്പുറത്തുള്ള ആളുടെ വീട്ടിലോട്ട് ചെല്ലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ വീടാണ്, ആ വീട്ടിൻ്റെ ഒരു ഉടമസ്ഥനാണ് ആള്, ഗൃഹനാഥനാണ്. അപ്പോൾ നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്, എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായത്. കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്നു. ഞാൻ നേരെ ആ വീട്ടിൽ കയറി. എനിക്ക് ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടൽ, കാരണം അവിടുത്തുകാർ, അവരുടെ ഡ്രസ്സിങ്, അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുലിവാൽ കല്യാണം സിനിമയിൽ ജഗതി ഇരിക്കുമല്ലോ മറ്റേ കോട്ടിട്ടവരുടെ അടുക്ക്, അതുപോലെ ഞാനിങ്ങനെ ഒരു മടിയോടുകൂടി കയറി ചെന്നു അവരുടെ സ്വീകരണ മുറിയിൽ ഇരുന്നു. അപ്പോൾ അവർ കൈ കഴുകാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്കും അവർ കൈ കഴുകാനൊക്കെ വെള്ളം കൊണ്ടുവന്ന് തരാമെന്നുണ്ട്. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ചെറിയൊരു പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിച്ചു. അത് നല്ല കശ്മീരിലെ റോഗൻ ജോഷ് എന്നുള്ള മട്ടൻ കറിയും ചോറുമായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയായി, കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, തലേതൊട്ട് ഫുള്ള് യാത്രയായിരുന്നല്ലോ. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം അവരായിട്ട് സംസാരിച്ചിരുന്നു. ആ നാടിനെ പറ്റിയിട്ടൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവരുടെ അഭിമാന പ്രൊജക്റ്റായിട്ടുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഈ ഗ്രാമത്തിൽ ഉണ്ട്. അപ്പോൾ അത് രാവിലെ നീ എന്തായാലും പോയി കാണണം. ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിൻ്ററിലും ഇലക്ട്രിസിറ്റി കിട്ടും. കാരണം വിൻ്റർ സമയങ്ങളിൽ അവർക്ക് കറണ്ടിനുള്ളൊരു ഓപ്ഷൻ ഇല്ല, സോളാറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സമയത്തും വൈദ്യുതി കിട്ടും. അപ്പോൾ അതെന്തായാലും നീ രാവിലെ പോയി കാണണം എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ അപ്പോൾ എനിക്ക് സാധാരണ ഇങ്ങനെയുള്ള സന്തോഷമുള്ള മൊമെൻറ്റ്സിൽ അവർ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് സന്തോഷത്തെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചിപ്സോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കരുതാറുണ്ട്. പക്ഷേ ഈ യാത്രയുടെ അവസാനമായതുകൊണ്ട് എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ബാഗിൽ ഉപ്പച്ച് വന്നിട്ടുള്ള ഒരു അത്തർ ഉണ്ടായിരുന്നു. ഈ അത്തർ ഞാൻ ഈ മനുഷ്യന് കൊടുത്തു. സക്കീർ ഭായ് എന്നാണ് ആളുടെ പേര്. അത്യാവശ്യം ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആളാണ്. പിന്നെ ഈ ഗ്രാമത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു വീടുകളൊക്കെ ചെറിയ വീടുകളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രമാണി എന്നൊക്കെ പറയുന്ന ഒരാളാണ് സക്കീർ ഭായ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള യാതൊരു ഇതുമില്ല, ഒരു സാധാരണക്കാരനെ പോലെ തന്നെയാണ് പെരുമാറുന്നതും എല്ലാം. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത്തറൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നല്ലൊരു മൊമെൻറ്റിന് ശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങാണ്. രാവിലെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ നേരെ ടെൻറ്റിലോട്ട് വന്നു. നല്ല ഫുഡായിരുന്നു. ചെന്ന് കയറിയതും ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ അതിരാവിലെ എണീറ്റ് ആ ഒരു റിവറിൻ്റെ സൈഡിൽ കുറച്ച് നേരം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിരുന്ന ശേഷം ഇന്നലെ സക്കീർ ഭായ് പറഞ്ഞ ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലോട്ട് നടന്നു. ഈ പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ ഒരു ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുബ്ബ ഒരു നമ്മുടെ അലൂമിനിയം കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കുബ്ബയുള്ളൊരു പള്ളിയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കിയപ്പോൾ ഞാൻ ഇന്നേവരെ കാണാത്ത ടൈപ്പ് ഓഫ് പള്ളിയാണ്. കാരണം പള്ളിയുടെ ഉള്ളിൽ ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. സാധാരണ മുസ്ലിം പള്ളികളിൽ അങ്ങനെ ഫോട്ടോസൊന്നും കാണാറില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഷിയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അവരുടെ പരമോന്നത നേതാക്കളുടെ ഫോട്ടോസൊക്കെ ഈ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ പള്ളികളിൽ കാണുന്നൊരു ഇൻറ്റീരിയറേ അല്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഒരാൾ വന്ന് പിന്നെ ഫോട്ടോ എടുക്കണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ മുകളിലോട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു മെഡിക്കൽ സെൻറ്റർ എന്നുള്ളൊരു ബോർഡ് കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയ വീടാണ്, ഒരു പഴയ വീട്. ആ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പ്ലസ് ഒക്കെ വെച്ചിട്ട് അതായിരിക്കണം അവിടെ മരുന്നൊക്കെ കിട്ടുന്ന സ്ഥലം. അങ്ങനെ ഇതും കവർ ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് നടന്ന് ഏറ്റവും ടോപ്പിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു കുറേ പ്രൊജക്റ്റ് നടക്കുന്ന ഒരു ഏരിയ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ എൻട്രി ഇല്ല, അവിടെ ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഗ്രാമത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ നേരം അവിടെ ആസ്വദിച്ച് നിന്നിട്ട് നേരെ താഴത്തോട്ട് വന്നു. താഴത്തോട്ട് വന്നപ്പോഴത്തേക്ക് ടെൻറ്റിൻ്റെ ചുറ്റും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഈ ടെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഹനീഫ് ഭായ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും എന്നെ പരിചയപ്പെട്ടു. കുറേ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. സക്കീർ ഭായ് പറഞ്ഞായിരുന്നു രാവിലെ 9 മണിക്ക് ഒരു ബസ് ഉണ്ട് ഇനി ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബസ് നേരെ പോകുന്നത് പാനിഗറിലോട്ടാണ്. കാർഗിലിൽ നിന്ന് വന്ന് സങ്കര വഴി പാനിഗറിലോട്ട് പോയിട്ട് ഒരു 12 മണിയോടുകൂടി ആ ബസ് തിരിച്ചു വരും. അപ്പോൾ നിനക്ക് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കോ ഈ ബസ്സിൽ കയറാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് രാവിലെ കയറി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സ്ഥലങ്ങൾ കാണാമല്ലോ, ഫ്രണ്ടിലോട്ട് പാനിഗറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അതെല്ലാം കണ്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് 9 മണിക്ക് പോകണം. ഞാനൊരു 8:15 8:30 ആയപ്പോഴത്തേക്കും ടെൻ്റൊക്കെ മടക്കി ബാഗൊക്കെ സെറ്റാക്കി ടെൻറ്റ് മടക്കാനുള്ള ഒരുക്കത്തിൽ നിൽക്കുമ്പോൾ
തൊട്ട് മേളിലുള്ള വീട്ടിലെ ഷെരീഫ് ഭായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആൾക്ക് ഒരേ നിർബന്ധം ചായ കുടിച്ചിട്ട് പോകാവുള്ളൂ. അങ്ങനെ എന്നെ വിളിച്ച് കൊണ്ടുപോയി അവിടെ അവരുടെ വീട്ടിൽ നംകീൻ ചായ വന്ന് അവിടുത്തുകാർ കുടിക്കുന്നത് നംകീൻ ചായയാണ്. അത് ഒരു വയലറ്റ് കളറിലിരിക്കും, ഉപ്പിട്ട ചായ അങ്ങനെ പറയാം. അപ്പോൾ ഇത് കുടിച്ചിട്ട് അതാണ് അവർക്ക് ശീലം. അതും പിന്നെ റൊട്ടിയും ഒക്കെ എനിക്ക് തന്ന്. അപ്പോൾ സമയം 8:45 എനിക്ക് ടെൻറ്റ് മടക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, ബസ് വരാറായി. ആൾ പറഞ്ഞു ബസ് അവിടെ ഉണ്ടാവും, നീ എന്നെ കയറ്റിയിട്ടേ ബസ് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾ കോൺഫിഡൻസിലേക്കാണ്. അങ്ങനെ 8:50 9 മണി 9:05 ആയപ്പോഴത്തേക്കും താഴെ നിന്നൊരു പയ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു ബസ് വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ ഷെരീഫ് ഭായിയുടെ കൂടെ ഫാമിലിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഞാൻ ഓടി വന്ന്. അപ്പം എനിക്ക് ടെൻറ്റ് മടക്കണം. അപ്പോൾ ബസ് അവിടെ നിർത്തിയിട്ടേക്കാണ്. അപ്പം ഈ കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് എനിക്ക് ടെൻറ്റ് മടക്കാനൊക്കെ സഹായിച്ചു. ബസ്സുകാർക്ക് ഒരു ധൃതിയില്ല കേട്ടോ, ബസ്സുകാർ ഇങ്ങനെ ആരാംസെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ബസ് കാണണം, ഇത്രയും ഒരു സമാധാനമായിട്ട്. കാരണം അല്ലെങ്കിൽ സമയത്തിന് പോകേണ്ട ഇതൊക്കെ ഉണ്ടാവില്ല അവർക്ക്. ഇത് അങ്ങനെ വേഗം തന്നെ ടെൻറ്റൊക്കെ മടക്കി പാക്ക് ചെയ്തിട്ട് ഞാൻ ഈ ബസ്സിൽ കയറാണ്. ഇതിപ്പോൾ JNK SRTCയുടെ ഒരു പഴയ ബസ്സാണ്. ഇത് പാനിഗറിലോട്ട് പോകുന്ന വണ്ടി. അപ്പം ഇതിൽ യാത്രക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലുള്ള ആളുകളാണ്. പല ആവശ്യങ്ങൾക്കായിട്ട് കാർഗിൽ പോയിട്ട് ലഗേജും വൈക്കോലും ഈവൻ ഗ്യാസ് കുറ്റി വരെ ബസ്സിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് പോകുന്ന ഒരു ബസ്. ബസ്സിൻ്റെ ഡ്രൈവർ ആണെങ്കിൽ എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്തിട്ട് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യൻ. ആൾക്കാരാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഈ ബസ്സിലെ ആൾക്കാർ നേരല്ല ഇരിക്കുന്നത്, മുഖാമുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നിട്ട് വർത്താനം പറയുന്നു. പലതരം ചിരിയും കളിയും തമാശകളൊക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ബസ്. 2 പിള്ളേരും ഈ ബസ്സിലുണ്ടായിരുന്നു. ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റോപ്പിൽ ബസ് നിർത്തുമ്പോഴും ഓരോ ആളുകൾ ഇറങ്ങും. ഇവരുടെ ലഗേജ് ബസ്സിൻ്റെ മുകളിലാണ്, അവർക്ക് അത് എടുത്തു കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ഒരു രസമുള്ളൊരു ബസ് യാത്ര. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി. ഈ ബസ്സിൻ്റെ മുകളിൽ ഈ 2 പിള്ളേർ കയറണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കുറച്ച് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കാം, നല്ലൊരു എക്സ്പീരിയൻസും ആയിരിക്കും. പിന്നെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ്. നമ്മുടെ ബജ്രംഗി ഭായ്ജാൻ സിനിമ കണ്ട സമയം മുതലേ ഈ മുന്നിയുടെ വീട് തേടി പോണ സമയത്ത് ബസ്സിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്ന കുറേ ഷോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള മൗണ്ടൻ റേഞ്ചിൽ കൂടി ബസ്സിൻ്റെ മുകളിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ചുമ്മാ ചോദിച്ചു നോക്കാം. പോയാലൊരു വാക്കെന്നുള്ള രീതിയിൽ ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു, ഇതിൻ്റെ ഊപ്പർ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. ആൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ആളിങ്ങനെ തലയാട്ടി ഇങ്ങനെ കയറിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം ചെറിയ ഹാൻഡ് ബാഗ് കൊടുത്തിട്ട് ഓടി വണ്ടിയുടെ മുകളിൽ കയറി. അപ്പോൾ ഞാൻ പോകണപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഈ 2 പയ്യന്മാരും വന്നിട്ട് മുകളിൽ കയറി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്ര എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. കാരണം ഇനി ലൈഫിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഐ നോട്ട് ഷുവർ. അതായത് ഒരു ബസ്സിൻ്റെ ബാൽക്കണി വ്യൂവിൽ ഇരുന്നുകൊണ്ട് ഈ മുകളിൽ ക്യാരിയറിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഈ താഴ്വരകളിൽ കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു. നല്ല നല്ല കാഴ്ചകൾ, ഓരോ വളവ് കഴിയും തോറും കൂടുതൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഏതോ ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞങ്ങളിങ്ങനെ പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഈ 2 പിള്ളേരുടെ പേര് അലിയും അക്ബറുമാണ്, ഇവർ സഹോദരങ്ങളാണ്. അപ്പോൾ അവന്മാരുടെ അടുത്ത് പാട്ട് പാടാൻ അറിയുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഈ ബസ് യാത്ര ഇങ്ങനെ പോയി ഇടയ്ക്ക് ഇങ്ങനെ ആടിൻ്റെ കൂട്ടങ്ങൾ കാണാം. ഇതിനൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് ഇങ്ങനെ ബസ് പോകുന്നത് ശരിക്കും ടോപ്പിലിരുന്ന് കാണുന്ന ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബസ്സിൻ്റെ മുകളിൽ നിന്നിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഫ്രണ്ടിൽ ഒരു പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് കാണുന്നത്. ഈ ചെക്ക് പോസ്റ്റ് കാണുമ്പോഴത്തേക്ക് ഞാനൊന്ന് പേടിച്ച്. കാരണം നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ പോലീസുകാരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ബസ്സിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്കും അത് പ്രശ്നമാവുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ പേടിച്ചിങ്ങനെ മുകളിലിരിക്കുമ്പോഴത്തേക്കും ബസ് കൊണ്ടുപോയിട്ട് ചെക്ക് പോസ്റ്റ് നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ഓപ്പോസിറ്റായിട്ട് പോലീസുകാർ നമ്മളോട് കൈ കാണിക്കുന്നു, എവിടെ പോകാമെന്ന് ചോദിച്ച് സംസാരിക്കുന്നു, ഡ്രൈവറായിട്ട് സംസാരിക്കുന്നു, വണ്ടിയിലുള്ള ആളുകളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നു, പോലീസുകാരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ അവർ ചെക്ക് പോസ്റ്റ് പൊക്കി കൊടുത്ത്. അപ്പോൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാട് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ആളുകളും ഇവരുടെ ഇൻട്രാക്ഷനും ചിരിച്ചുകൊണ്ടല്ലാതെ ഇവരാരും സംസാരിക്കുന്നില്ല. വേറൊന്നും ഞാനിവിടെ കണ്ടില്ല, ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചങ്ങ് ചെന്നതും അലിക്കും അക്ബറിനും ഇറങ്ങാനുള്ള സ്ഥലമായി. അങ്ങനെ അവരിറങ്ങിയപ്പോൾ അവരുടെ കൂടെ ഞാനും താഴെ ഇറങ്ങി ബസ്സിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ ഈ ഒരു റൂട്ട് മുന്നോട്ട് പോയിട്ട് പല ഗ്രാമങ്ങളും പഴയ പുരാതനമായിട്ടുള്ള വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് പാനിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ബസ് എത്തി. ഈ മെയിൻ റോട്ടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 1-2 വളവുകളൊക്കെ കയറിയിട്ട് പാനിഗർ ലാസ്റ്റ് സ്റ്റോപ്പിൽ ബസ് നിർത്തി. കുറച്ച് വീടുകളൊക്കെ ഉള്ളൊരു കുഞ്ഞു ഗ്രാമമാണ് പാനിഗർ. ഈ ബസ് നിർത്തിയ സ്ഥലത്ത് 2 വശത്തും പഴയ വീടുകൾ കാണാം. ഒരു കടയുണ്ട്, ഒരു ചെറിയൊരു കട. അപ്പോൾ എല്ലാവരും ബസ് ഇറങ്ങിയിട്ട് ഡ്രൈവർക്ക് കടയിലോട്ടാണ് പോണത്. കൂടെ ഞാനും പോയി കടക്കാരനെ പരിചയപ്പെട്ട് അവിടുന്ന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയിട്ട് അവിടെയുള്ള ചെറിയ പിള്ളേർക്ക് കൊടുത്ത് അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഞാൻ 1-2 ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഗ്രാമീണരുടെയും ആ ഒരു കടക്കാരൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് അരമണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് ബസ്സിൽ കയറി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനെടുത്തൊരു തീരുമാനം. കാരണം എത്ര നല്ല എക്സ്പീരിയൻസും നല്ല ആളുകളെയൊക്കെയാണ് കാണാൻ പറ്റിയത്.
പക്ഷേ എനിക്ക് തിരിച്ചെത്തേണ്ട ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. തിരിച്ചു പോകണമെന്ന് മനസ്സില്ല, എന്നാലും മനസ്സോടുകൂടി ബസ്സിൽ കയറിയിട്ട് തിരിച്ച് കാർഗിലോട്ട് യാത്ര ചെയ്തു. പക്ഷെ എന്തായാലും മനസ്സിൽ ഉറപ്പിച്ചെന്ന് ഇനിയും എനിക്കിവിടെ വരണം, ഈ ആളുകളെയൊക്കെ കാണണം. കാരണം ഇന്നേ വരെ യാത്രാ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു നാടും ഒരു ആളുകളും. അപ്പോൾ എന്തായാലും തിരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കാർഗിലോട്ട് വന്നു. കാർഗിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് വയറിന് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 ദിവസമായിട്ട് ടോയ്ലറ്റിലൊന്നും പോയിട്ടില്ല. അങ്ങനെ കാർഗിൽ ടൗണിൽ ബസ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഓടിയൊരു അഫ്സൽ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് റൂം വേണം, ഒന്ന് ടോയ്ലറ്റിൽ പോകാനും ഫ്രഷ് ആവാനുമാണ്, എനിക്ക് പൈസ കുറവാണ്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ ആളൊരു കീ എടുത്ത് തന്ന് അങ്ങനെ ഞാൻ അവിടെ കയറി ടോയ്ലറ്റിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായി തിരിച്ചു വന്നപ്പോൾ പൈസ എത്രയാണെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞ് കുഴപ്പമില്ല, പൈസ ഒന്നും വേണ്ട, കുറച്ച് സമയമല്ലേ ഉള്ളൂ, നീ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആളുടെ നമ്പറൊക്കെ വാങ്ങി നാട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, ആളുടെ പേര് അസദ് ഭായ് എന്നാണ്. അസദ് ഭായ് അവിടെ കാർഗിൽ ഗസ്റ്റ് ഹൗസിൻ്റെ ഓണറാണ്. അങ്ങനെ വൈകിട്ട് 7:30 ശ്രീനഗർ ബസ് പിടിച്ചിട്ട് ഞാൻ നേരെ ശ്രീനഗറിലോട്ട് വന്നു. അവിടെ നിന്ന് ഡൽഹിയിലോട്ട് വന്നിട്ട് തിരിച്ച് നാട്ടിലെത്തി. അപ്പോൾ നാട്ടിലെത്തിയെങ്കിലും എൻ്റെ മനസ്സ് പാനികറി തന്നെയാണ്. കാരണം അതുപോലെയുള്ള നല്ല മനുഷ്യരും ആളുകളും. അപ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അടുത്ത ഒരു സമ്മറിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് എൻ്റെ നോർമൽ ലൈഫിലോട്ട് കടന്നു.